ഹായ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. കുക്കിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷനാണ്. എനിക്ക് കുക്ക് ചെയ്യാനും കുക്ക് ചെയ്ത് കൊടുക്കാനും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ തിന്നാനും ഇഷ്ടമാണ്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു മീൻകറി ഉണ്ടാക്കുന്ന വീഡിയോ ഇടാമെന്ന്. ഇതുവരെ നമ്മൾ ഉണ്ടാക്കി നോക്കാത്ത ഒരു സൈസ് മീനാണ് മേടിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു കറി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ട് കളഞ്ഞിക്കാം എന്ന് വിചാരിച്ചു. അന്നേരം അത് ട്രൈ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാനും ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കി അത് കൊള്ളാം എന്നുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണ്ട, ജസ്റ്റ് കണ്ടങ്ങ് പോവുക, അത്രേ ഉള്ളൂ. ഇതെന്റെ ചാനലിലെ ഫസ്റ്റ് അല്ല സെക്കൻഡ് ഓൺ വോയിസ് വീഡിയോ ആണ്. അപ്പം എനിക്കൊരു എന്താ പറയാ, ഇന്നത് മാത്രമേ പോസ്റ്റ് ചെയ്യാവുള്ളൂ ഒന്നുമില്ല. എൻ്റെ വീഡിയോയിൽ ഞാൻ പരമാവധി എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും. കുക്കിംഗ് ആയിക്കോട്ടെ, എന്ത് വാട്ടവർ, എന്തെല്ലാം എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നു അതെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവണം. ഓക്കെ, അപ്പം ഒത്തിരി ഇൻട്രോ കൊടുത്ത് ലാഗടിപ്പിക്കുന്നില്ല. നമുക്ക് മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കമാ നമ്മുടെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത്, പിന്നെ കറിവേപ്പില, പച്ചമുളക്, തക്കാളിയുടെ അരിയും തോലും കളഞ്ഞു വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ കുടംപുളി വെള്ളത്തിലിട്ടത്, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ചേമീൻ, അങ്ങനെയാണ് എൻ്റെ പേര് പറഞ്ഞത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യമേ കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് അതുകൂടെ നമുക്ക് പൊട്ടിച്ചെടുക്കാം. കടുക് ഉലുവയൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് കേട്ടോ. ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നോടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനിടയ്ക്ക് നമുക്ക് കീറി വെച്ചേക്കുന്ന 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം കുരുവും തോലും കളഞ്ഞേക്കുന്ന തക്കാളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് തക്കാളി സോഫ്റ്റ് ആവുന്നോടം വരെ വഴറ്റി കൊടുക്കാം. തക്കാളി നമുക്ക് പൊടികളൊക്കെ ഇടുന്നതിന് മുമ്പും ഇടാം, അതിന് ശേഷവും ഇടാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ. ടേസ്റ്റിന് വ്യത്യാസം വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ചിലപ്പോൾ കാണുമായിരിക്കും. ഞാൻ കൂടുതലും പൊടി ഇടുന്നതിന് മുമ്പാണ് കേട്ടോ ഇടുന്നത്. അടുത്ത് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതി. അളവൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. കറി എത്രത്തോളം കുറുകിയിരിക്കണോ, പിന്നെ എരി എത്രത്തോളം വേണോ അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പൊടികളുടെ പച്ചമണം മാറുന്നോടം വരെ ഇളക്കി കൊടുക്കാം. ഇനി കുതിർത്ത് വെച്ചേക്കുന്ന കുടംപുളിയും ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. അതിനുശേഷം ഗ്രേവി ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഗ്രേവി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ കഷ്ണം ഓരോന്നായിട്ട് പറക്കിയിട്ട് കൊടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ്, നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന മീനാണ്. തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന മീനാണ്. ചേമീനെന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മീനെല്ലാം എന്താണ്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം വെന്ത് ഒക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് മീനെല്ലാം. ലാസ്റ്റ് നമുക്ക് കുറച്ച് കായപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. മീൻകറി കൊള്ളാം, നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ വെക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നല്ല മീൻകറിയാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. Bye.